ഇപ്പോൾ ഒവൈസിയെ പോലുള്ളവർ നേരത്തെ എങ്ങനെയായിരുന്നോ അവരുടെ പരാമർശങ്ങൾ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒവൈസി മാറുന്നു, സൽമാൻ ഖുർഷിദ് അദ്ദേഹവും മാറുന്നു. അങ്ങനെ പൊതുവിൽ ഈ സമുദായത്തിൻ്റെ തലപ്പത്ത്, രാഷ്ട്രീയമായിട്ട് തലപ്പത്ത് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ, അവരൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കുന്നു, പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു, അതൊരു വിജയമാണെന്ന് അംഗീകരിക്കുന്നു. പക്ഷേ എങ്കിലും ഇത്തരം ലേഖനങ്ങൾ വഴി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ സാധിക്കും അല്ലേ? ഇപ്പോൾ ചിലരിലെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കുന്ന ചിലരെങ്കിലും ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടും. ഇത്തരത്തിലുള്ള ആശയങ്ങൾ അവരുടെ മുന്നിൽ എത്തുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കിയതല്ല ശരി, ഇതല്ലേ ശരി, അങ്ങനെ ഒരു തരത്തിൽ പ്രേരിപ്പിക്കുക, അതുവഴി വീണ്ടും അവരുദ്ദേശിക്കുന്നത് ഇൻജക്റ്റ് ചെയ്യുക, ആ അജണ്ട മുൻനിർത്തി തന്നെയല്ലേ ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ സുപ്രഭാതത്തിൽ വരുന്നത്. അവിടെയും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചോറ് ഇവിടെയാണെങ്കിലും കൂറ് പാകിസ്ഥാനോടാണ്. പാകിസ്ഥാനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന സമീപനം. അതുപോലെ ചൈന ആണ് ഇപ്പോഴും ഈ സൈനിക ശേഷിയുടെ കാര്യത്തിലൊക്കെ മികച്ച രാഷ്ട്രം എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. ഇതൊക്കെ വരുമ്പോൾ നേരത്തെ ആരിഫ് ഹുസൈൻ പറഞ്ഞു, അതിന് നമ്മളങ്ങ് ലാഘവത്തോടെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു, 3 മാർക്ക് കൊടുക്കുമെന്നും പറഞ്ഞു. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭാരതവിരുദ്ധ അജണ്ട പ്രചരിപ്പിക്കുന്നവർ ഭാരതം ഒരു പ്രതിസന്ധി, ഒരു സംഘർഷം വിജയകരമായി മറികടന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചേതോവികാരം കൃത്യമായിട്ട് അത് ദേശവിരുദ്ധത തന്നെയല്ലേ, അതിൽ തന്നെയല്ലേ നമ്മൾ എത്തേണ്ടത്. ഇപ്പം നമ്മൾ ഈ ഒരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് ഒവൈസി ഇതിൽ പങ്കെടുക്കുന്നു, ദേശത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു, അത് പലപ്പോഴും മോദിയേക്കാൾ വലിയ മോദിയായിട്ട് മാറുന്നു എന്ന രീതിയിലേക്ക് വരെ, അല്ലെങ്കിൽ BJPയേക്കാൾ മികച്ച രീതിയിൽ BJPയെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് വരെയുള്ള ചില കമൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ശശി തരൂരിനെതിരെയൊക്കെ കണ്ട ഒരു കമൻറ്റ് അങ്ങനെയാണ്, BJPയേക്കാൾ നന്നായിട്ട് ശശി തരൂർ BJPയെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ കാണണ്ടേ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതായത് ഞാൻ പറയാ, ഇത് വിഷയാധിഷ്ഠിതമായിട്ടുള്ള അവരുടെ നിലപാടാണ്. ശശി തരൂരിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ, ശശി തരൂർ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും മറ്റുമുള്ള ശശി തരൂരിനെ പോലുള്ളവരുടെ നിലപാടുകൾ അദ്ദേഹം കഥയറിയാതെ ആട്ടം കാണുന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഈ ലേഖനം എഴുതിയ ആൾ മനസ്സിലാക്കുന്നത്, അതായത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവരും മാത്രമല്ല ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ പോലും ഇതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ വിട്ടാൽ പോരാ, അവരെയും അറ്റാക്ക് ചെയ്യണം, ആക്രമിക്കണം എന്ന ഒരു അജണ്ട കൂടിയല്ലേ നടപ്പിലാക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ ശശി തരൂർ എന്ന് പറയുമ്പോൾ വേറൊരു വിശ്വാസത്തിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് തൽക്കാലം നമ്മൾ മാറ്റി വെക്കുന്നു. ഇപ്പം നമ്മുടെ വിഷയം ഇവിടെ ഒവൈസി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് അങ്ങനെ ഒരു പറച്ചിൽ വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാടാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. എല്ലാ ആളുകൾക്കും അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള അവകാശമാണ് ഉള്ളത്. അത് എടുക്കുന്ന ആളുകളെ നമുക്ക് എപ്പോഴൊന്നും കാണാൻ കിട്ടാറില്ല. കാരണം അങ്ങനെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവരെ ഏതെങ്കിലുമൊക്കെ വിധേന ചാപ്പയൊക്കെ അടിച്ച് അങ്ങ് ഒതുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ അതിന് വിപരീതമായിട്ട് ഈ ഒരു വിഷയത്തിൽ അങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയുന്നു എന്നതൊരു വലിയ വിജയം തന്നെയാണ്. അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് പറയാൻ കാരണം, ഇനി മറ്റൊരു വിഷയത്തിൽ വരുമ്പോൾ ഇതേ ഒവൈസി മോദിയെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ മോദിക്കെതിരെ പറയുന്ന അല്ലെങ്കിൽ BJP എടുക്കുന്ന നിലപാടുകളെ നിശിതമായിട്ട് ചിലപ്പോൾ ചോദ്യം ചെയ്തെന്ന് വരും, വിമർശിച്ചെന്ന് വരും, എന്തും ആ രീതിയിൽ പറഞ്ഞു വരും. അപ്പോൾ അന്നേരവും നമ്മൾ അതിനെ കാണേണ്ടത് ഇത് ആ നിലപാടുകൾ എടുക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ അവിടെ ഉയർത്തി വെക്കേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി എന്തുകൊണ്ട് അങ്ങനെ വരെ ആളുകൾ ചിന്തിക്കുന്ന ഒരു ഘട്ടമുണ്ടായിട്ടും നമ്മുടെ കേരളത്തിൽ പല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ഇതുപോലെയുള്ള പത്രങ്ങളും ഒക്കെ ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് മറ്റൊരു വശം നമ്മൾ അതിൽ ആലോചിക്കേണ്ടത്. കാരണം ഇവിടുത്തെ ഇപ്പോൾ ഓപ്പോസിഷൻ പാർട്ടി, ആ ഓപ്പോസിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് നമ്മൾ വിളിക്കുന്ന രാഹുൽ ഗാന്ധി,
അദ്ദേഹം ഇപ്പോൾ പട്ടായയിലോ എവിടെയാണെന്നാണ് വിവരം കിട്ടിയത്, അറിയില്ല എവിടെയാണെന്നുണ്ടെങ്കിലും. ആ വ്യക്തിയും ഇവിടെ ചോദിച്ചു വെച്ചത് എന്താണ്, ഇത് എത്ര മിസൈൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, എത്ര വെടിയുണ്ട ചെലവായി, എത്ര വിമാനം താഴെ വീണു എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ സത്യത്തിൽ നമ്മൾ അറ്റാക്ക് നടത്തിയിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ ചിലപ്പോൾ പോയേനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതേപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നു. എന്ന് വെച്ചാൽ ഇതിനകത്ത് അവരുടെയും ലക്ഷ്യം ഒരു രാഷ്ട്രീയപരമായ ലക്ഷ്യം തന്നെയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അവരെ കൊണ്ട് അത് ചോദ്യം ചെയ്യിപ്പിച്ചു. ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള പല സ്റ്റേറ്റ്മെന്റ്സും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ അതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇത് മോദി ഇന്റേണലി ചെയ്യിച്ചതാണ്, ഇത് ഇൻസൈഡർ ജോബാണ് എന്ന് വരെ പറഞ്ഞു. പിന്നീടാണത് ചിത്രം മാറുന്നത്. പിന്നെ പുൽവാമ അറ്റാക്ക് എടുത്തു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. കാരണം അന്ന് നമ്മൾ നിരന്തരം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അത് അന്ന് മോദി ചെയ്തതാണ്, ഇതും മോദി ചെയ്തതാണ്. ബീഹാറിലേക്ക് പോയി ബീഹാറിൽ അവിടെ ഇലക്ഷൻ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ തെറ്റായ നുണയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ നമ്മളവിടെ ചോദിച്ചു പോകുന്നത് ഇതാണ്. അതായത് ഈ കാര്യങ്ങൾ പറഞ്ഞതിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത ആളുകളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരത് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് സത്യത്തിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പറയുന്നു എന്നതിനേക്കാൾ ഉപരി ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മൾ ഇതിനകത്ത് പ്രഥമമായിട്ട് കാണേണ്ടത്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ അനാവശ്യമായിട്ട് ഇത് മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയതുകൊണ്ടാണെന്നോ പറയുമ്പോൾ ഇത് മുസ്ലിങ്ങൾ മാത്രം പറയുന്ന ഒരു വിഷയമാകണം അല്ലല്ലോ. രാഹുൽ ഗാന്ധി മുസ്ലിം അല്ലല്ലോ ബൈ സർട്ടിഫിക്കറ്റ്. എന്തായാലും അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് എല്ലാവരും പറയുന്നു, പല ആളുകളും പറയുന്നു, ഇടതുപക്ഷത്തുള്ള പല ആളുകൾ പറയുന്നു, ഇവിടുത്തെ CPM-ന്റെ ആളുകൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യം. അതിൽ മോദി എന്ത് ചെയ്താലും അല്ലെങ്കിൽ BJP എന്ത് ചെയ്താലും എതിർക്കുക എന്നൊരു ആജന്മ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ കുലത്തൊഴിൽ പോലെ അവർ കൊണ്ടു നടക്കുമ്പോൾ അത് പറയുന്നു. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ചില വിഷയങ്ങളിൽ വിഷയാധിഷ്ഠിതമായിട്ട് നിലപാടുകൾ എടുക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കുറച്ച് ആളുകളിൽ അവരെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ വൈസി അല്ലെങ്കിൽ ഇതുപോലുള്ള ശശി തരൂർ. അപ്പോൾ ആ ഒരു ചേഞ്ചാണ് സത്യത്തിൽ നമ്മളിവിടെ ജനാധിപത്യത്തിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇതുപോലുള്ള നിലപാടുകൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഉയർത്തി വെക്കുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് തിരിച്ചു വരുമ്പോഴും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെ നിലപാടെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നിലവിലില്ല, ഇവിടെ നമ്മുടെ നാട്ടിലില്ല അങ്ങനെ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല. അത് ആരുമില്ല, BJP-യും അത് കൊടുത്തിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ദേശത്തിന് മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഗതി പറ്റിയത്. പക്ഷേ മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ ഇങ്ങനെ ആയിരുന്നു എടുത്തിരുന്നെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണുമായിരുന്നോ? ഇല്ലല്ലോ. അവിടെ അപ്പോഴും അവരെ ഈ പറയുന്ന മതത്തിന്റെ ആംഗിളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആംഗിളിലോ ഒക്കെ കൊണ്ട് ഇപ്പം നിരന്തരം നമ്മൾ പണ്ടും സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നെഹ്റു മുസ്ലിം ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? അതാണ് ഞാൻ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിലപാടെടുക്കുന്ന ആളുകൾ അവരെ ആ സ്വാതന്ത്ര്യം, അവരുടെ നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് നമ്മളിവിടെ മാനിക്കേണ്ടത്. അതാണ് നമ്മൾ ഉയർത്തി വെക്കേണ്ടത്. ഇനി ഇതിൽ എങ്ങനെ ഇത് മാറ്റിക്കൊണ്ടുവരാം എന്നുള്ളൊരു ചോദ്യം, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു മെയിൻലാൻഡിന്റെ ഭാഗമാണെങ്കിൽ തന്നെയും അതൊരു ഐലൻഡ് പോലെയാണ് പല കാര്യങ്ങളിലും നിലനിൽക്കുന്നത്. അത് പ്രധാനമായിട്ടും ഈ ദേശഭക്തി അതല്ലെങ്കിൽ ഒരു നാഷണൽ ഇന്റഗ്രേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ആംഗിൾ വരുമ്പോൾ അതൊരു വലിയ കുറവ് തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. ഞാനൊക്കെ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്കൊക്കെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കളുണ്ട്. ഇവിടെ August 15th വരുന്നു, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ നമ്മുടെ റിപ്പബ്ലിക് ഡേ ഒക്കെ വരുന്ന സമയത്ത് നമ്മളിൽ എത്ര പേര് അതൊക്കെ ഒരു വലിയൊരു ഒരു വികാരമായി കണ്ട് അതിലൊരു ആഘോഷം നമ്മൾ കണ്ടെത്തുന്ന ഒരു നിലപാട് നമ്മുടെ മലയാളികൾക്ക് എത്ര പേർക്കുണ്ട്? ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ കർണാടകയിൽ നമുക്കത് കാണാം, തമിഴ്നാട്ടിൽ ഒരു പരിധി വരെയും കാണാം, എന്നാലും ഏതാണ്ട് നമ്മുടെ മാതിരിയൊക്കെ തന്നെയാണ്. അതിന് അപ്പുറത്തേക്ക് നമ്മൾ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ August 15th എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ആഘോഷമാണ്, പെരുന്നാൾ മാതിരിയാണ് അവർ പല ആളുകളും അത് കൊണ്ടാടുന്നത്. ഇപ്പോൾ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ്സിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെയൊക്കെ ഒരു ആഘോഷമാണ്. നമ്മുടെ നാട്ടിൽ എവിടെ അങ്ങനെ നമുക്ക് പൊതുവായിട്ട് കാണാൻ കഴിയുന്നത്? ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒക്കെ കുറേശ്ശെ വന്നു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ ഒരു രീതി നമുക്കില്ല. അപ്പോൾ ഈ നാഷണൽ ഇന്റഗ്രേഷൻ അതല്ലെങ്കിൽ ഈ ഒരു പാട്രിയോട്ടിക് ആയിട്ട് നിലനിൽക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ചിന്ത നമുക്കില്ല. നമ്മളെ ഒരുമിപ്പിക്കുന്നത് വേറെ പല കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ മലയാളി എന്നുള്ളൊരു ബോധവും അതുപോലുള്ള കാര്യങ്ങളും. അതുകൊണ്ടൊക്കെ തന്നെയാണ് മലയാളി അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കളിയാക്കുന്നതും അല്ലെങ്കിൽ ഞാൻ മലയാളിയാണെന്നുള്ളത് വെച്ചിട്ട് അഭിമാനം, അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ ചില വിഷയങ്ങളിൽ അവിടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ വരണം. പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക തീവ്രവാദം, അതിന് ഏത് തീവ്രവാദമായാലും അതിൻ്റെ മുന്നിലൊക്കെ അത് വരണം. ഇപ്പം മാവോ ഭീഷണി, അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു വലിയ ഒരു തീവ്രവാദ ഭീഷണിയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വലിയ വാർത്ത നമ്മൾ കണ്ടതാണ്. ആ വാർത്തയുടെ സംഗതി പുറത്തു വന്നപ്പോഴും ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്ന മലയാളികളായിട്ടുള്ള ചില പുരോഗമന പുങ്കുവന്മാരെയാണ് നമ്മൾ അവിടെ കണ്ടത്. എന്തിനു വേണ്ടിയിട്ടത്? അപ്പോൾ
ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്നത് സത്യത്തിൽ ഒരു മോറൽ ഹൈ മാത്രമാണ്. ഇത് ഇടതുപക്ഷം ഒരു കമ്മ്യൂണിസം എന്നുള്ളതിനേക്കാൾ ഉപരി അവർ കൊണ്ടു നടക്കുന്ന ഒരു ബോധമാണ്, ഒരു വളരെ വികലമായിട്ടുള്ള ഒരു ബോധമാണ്. ആ സാധനമാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനെ ഇതുപോലെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാമിക ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ ഈ സാമ്രാജ്യത്വ ലക്ഷ്യങ്ങൾ, ഇസ്ലാമിക രാജ്യമാക്കുക എന്നൊക്കെ പറയുന്ന ലക്ഷ്യങ്ങൾ കൊണ്ടു നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പോലുള്ള കൂട്ടങ്ങളുടെ ആ ഒരു ലക്ഷ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ആയുധമാക്കുന്നത് ഈ ഒരു ഇടത് ചിന്തയാണ്, ഈ ഒരു മോറൽ ഹൈ ആണ്, നന്മ, മാനവികത എന്നൊക്കെ പറയുന്ന തരത്തിൽ അവരത് വളരെ തെറ്റായ രീതിയിലേക്ക് അത് കൊണ്ടുപോയിട്ട് എന്നിട്ട് അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മോറൽ ഹൈ, ബാക്കിയുള്ളവർക്കൊന്നും അതില്ല, ഞങ്ങൾക്ക് മാത്രമേ അതുള്ളൂ, ഞങ്ങളുടെ മാനവികതയാണ് ഒറിജിനൽ മാനവികത എന്നൊക്കെ പറഞ്ഞ് നടക്കും. സത്യത്തിൽ അത് അറ്റം ചെത്തിയ മാനവികതയാണ്, നമ്മൾ അതിനെ അങ്ങനെ പറയാറുള്ളൂ. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തരത്തിലൊക്കെ പറഞ്ഞ് ഇതിനെല്ലാം കണക്ട് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ ഒരു ഗോളിലേക്കും കൂടി എത്തുമ്പോൾ അതൊരു മോദി വിരുദ്ധത, അന്ധമായ മോദി വിരുദ്ധത, അന്ധമായ BJP വിരുദ്ധത എന്നതിലേക്ക് എത്തുമ്പോൾ സത്യത്തിൽ ഇതുപോലെയുള്ള ദേശവിരുദ്ധമാണ് എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു പോകുന്നതാണ്. ഇത് നമ്മൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചർച്ച ചെയ്ത് തന്നെ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തുടക്കത്തിൽ ഈ ഒരു സംഗതി ഇത് ഇത്ര വലിയ വിഷയമാക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നത് ഇപ്പൊ ഞാൻ ഓർക്കുന്നത് ഇത് വേറെ ഒരു ചാനലും ഇത് ചർച്ചയാക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഇവിടെയെങ്കിലും ചർച്ചയാകുന്നതിൽ വളരെ നല്ല കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയാ. അതൊരു തിരുത്തായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് ഇത് കൂടുതൽ ആളിലേക്ക് എത്തുമ്പോൾ ഇത് ഇങ്ങനെ ഒരു വശം ഇതിനുണ്ട് എന്നൊരു ബോധം, അങ്ങനെ ഒരു സാധ്യത അതുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് പതിയെ ഇതിൽ മാറ്റം വരുള്ളൂ. അതാണ് എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളത്.